അഴിമതി വിരുദ്ധതയുടെ ആൾരൂപം. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പോരടിച്ച് വിജിലൻസ് പദവി നഷ്ടപ്പെട്ടയാൾ. ഈ പ്രതിച്ഛായയോടെയാണ് പിണറായി സർക്കാർ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറാക്കിയത്. ആദ്യമൊക്കെ കാടിലൊക്കെ നീങ്ങിയ ജേക്കബ് തോമസ് വൈകാതെ സർക്കാരിന് സ്ഥിരം തലവേദനയായി മാറി. മാധ്യമ പിന്തുണയും ജനകീയ പ്രതിച്ഛായയുമായിരുന്നു അദ്ദേഹത്തെ മാറ്റാനുള്ള തടസ്സങ്ങൾ. തക്കം പാർത്തിരുന്ന സർക്കാരിന് അനുഗ്രഹമായി ഹൈക്കോടതി പരാമർശം വന്നു. ഈ ഉദ്യോഗസ്ഥനെ മാറ്റിക്കൂടെ? പിന്നെ അമാന്തിച്ചില്ല. CPM നേതൃത്വം ഇടപെട്ടു. പൊടുന്നനെ മാറ്റുന്നതിനേക്കാൾ അവധിയിൽ വിടുന്നതല്ലേ നല്ലതെന്ന അഭിപ്രായത്തിനായിരുന്നു ഭരണതലത്തിൽ മുൻതൂക്കം. അങ്ങനെയാണ് 1 മാസത്തെ അവധിയിൽ പോകണമെന്ന സന്ദേശം ജേക്കബ് തോമസിന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും നൽകിയത്. UDF കാലത്തെ പോലെ കലഹിക്കാതെ ജേക്കബ് തോമസ് അനുസരണയുള്ള കുട്ടിയായി. അവധി കഴിഞ്ഞാലും വിജിലൻസ് ഡയറക്ടർ കസേരയിലേക്ക് ജേക്കബ് തോമസിന് മടങ്ങിവരവുണ്ടായേക്കില്ല. പകരം മറ്റേതെങ്കിലും പദവി നൽകും. ഭരണം തിരുത്താനുള്ള CPM ഇടപെടൽ ജേക്കബ് തോമസിൽ തൊട്ട് തുടങ്ങിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. IAS നിസ്സഹകരണം, ഫയൽ നീക്കത്തിലെ മന്ദത, പദ്ധതികളുടെ മെല്ലെപ്പോക്ക്, ഇതിനെല്ലാം പാർട്ടി കണ്ടത് ഈ ഒറ്റമൂലിയാണ്: ജേക്കബ് തോമസിനെ മാറ്റുക. 1 മാസത്തെ അവധി തീരുമ്പോൾ അത് യാഥാർത്ഥ്യമാകും. R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.